എന്റെ മുൻ വീഡിയോ കണ്ടവർക്കൊന്നും എങ്ങോട്ടാണ് ഈ യാത്ര എന്ന് പറഞ്ഞു തരേണ്ടതില്ല. അതിരാവിലെയുള്ള ഫുട്ബോൾ കളിയുടെ എക്സ്ട്രാ ഹെൽത്ത് ബെനിഫിറ്റ് ഒന്നും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. വിഷു ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഗ്രൗണ്ടിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വിഷു കൈനീട്ടം ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ റിപ്ലൈ എന്നെ ശരിക്കും ഞെട്ടിച്ചു. ഗൂഗിൾ പേ ചെയ്തുതരാം. ഹാപ്പി വിഷു. UCL തോറ്റതുകൊണ്ടാണെന്ന് അറിയില്ല, ബാഴ്സ ഫാൻസ് ഒന്നും അധികം ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല. ബാഴ്സ ഫാനല്ല, ഞാൻ മെസ്സി ഫാനാണ്. ബാഴ്സ തോറ്റെന്താടാ, കളിയായി തോൽക്കൂല, ഫുട്ബോൾ അല്ലേ. പതിവ് പോലെ അത്യാവശ്യം സ്ട്രെച്ചിങ്ങും വാമിങ് അപ്പ് ഒക്കെ ചെയ്തതിനു ശേഷം പന്ത് കിട്ടാൻ തുടങ്ങി. അതിനിടക്കാണ് FTS സ്പോർട്സ് ഹബിന്റെ ബൂട്ട് കിറ്റ് ശ്രദ്ധയിൽപ്പെട്ടത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കളി കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ടയർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ സുലൈമാനൊക്കെ കട്ട് പോസ്റ്റിന് 4 പേരെ കിട്ടുമോ എന്ന് ചോദിച്ചത്. കാലിന്റെ മുകളിൽ ബൂട്ടില്ല. നിങ്ങൾ എക്സ്ക്യൂസ് ഒന്നും പറയില്ലേ. ബൂട്ട് എന്തിനാണ്? അങ്ങനെ ബെയർ ബൂട്ടേ കളിക്കും. ഓക്കെ, കട്ട് പോസ്റ്റ് കളിക്കണ്ട. ഒരു 4-5 പേരെ ഞാനും കൂടെ കൂട്ടിയതിന് ശേഷം കട്ട് പോസ്റ്റ് കളിക്കാൻ തുടങ്ങി. നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ബൂട്ടിന്റെ ബർക്കത്ത് കൊണ്ടാണെന്ന് അറിയില്ല, നമ്മുടെ ചെക്ക് നല്ല കളിയാണ് കളിച്ചത്. നമ്മുടെ ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തേണ്ട ഒരാളുണ്ട്. ഒരു സീനിയർ താരാണ്. സീനിയർ താരം എന്ന് പറഞ്ഞാൽ പോരാ, സൂപ്പർ സീനിയർ താരാണ്. ആളൊന്ന് കണ്ടു നോക്ക്. അഫ്സൽക്ക എത്ര ഏജ്? 62. ഇപ്പൊ സന്തോഷമായി കുളിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കൂടാതെ നമ്മൾ ചെറുപ്പക്കാരൊക്കെ കൊണ്ട് നമുക്കെല്ലാം സപ്പോർട്ടും തരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എന്തായാലും വീട്ടിലിരിക്കില്ല, വേഗം പോരും. രാവിലെ വിളിക്കും. പ്രായം തളർത്താത്ത പോരാളി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അഫ്സൽക്കാട് കൂടെ കളിക്കുമ്പോൾ അത് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. വീട്ടിലെത്തിയപ്പോൾ മോള് ഉറക്കം ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും വൈഫിന്റെ സ്പെഷ്യൽ അയലക്കറിയുമായിരുന്നു. മോളോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഷോപ്പിലേക്കുള്ള യാത്രക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. കുറച്ച് വാശി പിടിച്ചെങ്കിലും മോളെ തിരികെ ഏൽപ്പിച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.